അങ്ങനെ ബിഗ് ബോസ് ഫിനാലയിൽ 5 പേരുണ്ടായിരുന്നതിൽ 2 പേര് പോയി. നമ്മുടെ കൃഷിയും അഭിഷേകും പോയി. ഇനിയുള്ളത് അർജുന്, ജാസ്മിൻ, ജിൻഡോ, ഇവർ 3 പേരും ആണുള്ളത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനും ലേറ്റായി, വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനും ലേറ്റായി. അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേഗം ആ സമയത്ത് തന്നെയൊക്കെ വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ലേറ്റായത്. അപ്പം അതിന് എനിക്ക് വല്ലാത്ത മനസ്സിനൊരു ഇതുണ്ട് കേട്ടോ, ഒത്തിരി ലേറ്റായി പോയല്ലോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്നേ പറയാൻ പറ്റൂ. നിങ്ങളൊക്കെ നേരത്തെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഞാൻ ലേറ്റായാലും വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഇപ്പം വന്നിട്ട് ഈ നിതാ പിള്ള എന്ന് പറഞ്ഞ ഒരു ഡാൻസാണ് ഇപ്പം നടക്കുന്നത്. നമ്മുടെ അഭിഷേക് വിക്റ്റായി പ്രൈസൊക്കെ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുവാണല്ലോ. അപ്പോൾ അവരെല്ലാം അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അഭിഷേകും പോയി കഴിഞ്ഞ് പിന്നെ ഇതാണ് നിതാ പിള്ളയുടെ ഡാൻസാണ് ലാലേട്ടൻ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഈ ഡാൻസ് ഞാൻ നോക്കുമ്പം 3-4 പാട്ടുകളുടെ ആദ്യത്തെ 4 ലൈനാണ് ഇവർ വന്നിട്ട് ഈ ഡാൻസ് എല്ലാം കൂടെ കലർന്ന് കളിച്ചേക്കുന്നതാണ് കേട്ടോ. പുതിയ ട്രെൻഡായിട്ടുള്ള പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ നല്ലൊരു ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ലാലേട്ടനാണെങ്കിൽ പറയുന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വന്നിട്ട് ഈ വോട്ടിങ് സുതാര്യവും, അതായത് വളരെ ന്യായമായിട്ടാണ് ഇവർ ഈ ഫിനാലെ ഈ വിജയികളെയൊക്കെ പ്രഖ്യാപിച്ചേക്കുന്നുള്ള ഒരു മീനിങ്ങിൽ തന്നെയാണ് അത് പറയുന്നത്. അതായത് അത് നമ്മളെ പ്രേക്ഷകരെ അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി വോട്ടിങ്ങിൻ്റെ നിലവാരം കാണിക്കുന്നുണ്ട്. അപ്പം ഈ ബിഗ് ബോസ് തുടങ്ങി ആദ്യ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും നോമിനേഷനും എവിക്ഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് ലാലേട്ടൻ അവിടെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും ഇത്രയും കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കുറവ് ആർക്കാന്ന് മാത്രം അത് എടുത്തു പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ ഗ്രാഫും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രക്രിയ ആയിരുന്നു ഈ നിതാ പിള്ളയുടെ ഡാൻസിന് ശേഷം അവിടെ നടന്നത്. അപ്പോൾ ഈ ഗ്രാഫിലാണെങ്കിൽ 13 ആഴ്ചത്തെ ഗ്രാഫ് കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കുറവ് ആർക്കാണെന്നുള്ള കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പിന്നെ ശ്രീരേഖ എവിക്റ്റായ ആ സമയം ഓരോരുത്തരും ചിലരൊക്കെ എവിക്റ്റായ ആഴ്ചയിലെ കാരണങ്ങൾ ആ ആഴ്ചയിലെ സംഭവം പറയുമ്പം ലാലേട്ടന് ആ കണ്ടസ്റ്റൻസ് അവിടെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി എങ്ങനെയാണെന്ന് അവരോട് ചിലരോട് 1-2 പേരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ശ്രീരേഖയോട് ചോദിച്ചു, അപ്പോൾ എന്ത് പറ്റിയെന്ന്. അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇതിന് പ്രേക്ഷകർ ആ സമയത്ത് വോട്ട് കുറഞ്ഞതായിരിക്കും എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ എവിക്റ്റായി പോയതിന് ശേഷം എന്ത് തോന്നുന്നു, ബിഗ് ബോസിൽ വന്നതിന് ശേഷം എവിക്റ്റ് ആയതിന് ശേഷമൊക്കെ വീട്ടിൽ പോയിട്ട് എന്ത് തോന്നുന്നു, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശ്രീരേഖ പറയുന്നു, ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിന് മുമ്പാണെങ്കിൽ കുറച്ച് സീരിയലിലും 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. വലുതായിട്ട് എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാം ബിഗ് ബോസ് ശ്രീരേഖ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊരു കുറച്ച് തമാശയും ചിരിയൊക്കെ ആയിട്ട് ആ ഒരു കാര്യം അങ്ങനെ കഴിഞ്ഞു. അതുപോലെ തന്നെ സിജോയുടെ കാര്യത്തിലും ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ സിജോയോടും ഇങ്ങനെ ചോദിച്ചു. സിജോ നന്നായിട്ട് ആദ്യ സമയത്ത് കയറി വന്നതാണ്, പിന്നെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ലാലേട്ടനും പറയുന്നുണ്ട്, സിജോയും പറയുന്നുണ്ട്. അപ്പം പിന്നെ സിജോയുടെ ഈ താടിയലിന് പറ്റിയ പരിക്കിൽ അത് ഇപ്പം എവിക്റ്റായി വീട്ടിൽ പോയതിന് ശേഷം പിന്നെ അതിന് പഴുപ്പ് വന്നെന്ന് പറയുന്നു. അതിന് ഇനിയും തിരിച്ച് ഓഗസ്റ്റ് 5-ാം തീയതി എങ്ങാണ്ട് തിരിച്ചും ചെന്നൈയിലായിരിക്കുമല്ലോ, ചെന്നൈയിലാണല്ലോ ഇത് നടന്നത്. അപ്പം ഇവിടെ ആയിരിക്കുമല്ലോ ഹോസ്പിറ്റലിൽ കാണിച്ചേക്കുന്നതും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ തിരിച്ചു ഓഗസ്റ്റ് 5-ന് വരണം എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് വിഷമം ഉണ്ടെന്ന് തോന്നുന്നു സിജോയ്ക്ക്. അങ്ങനെ ആ കാര്യം പറയുന്നു. അതിൽ എന്തോ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം വിഷമമുണ്ട് നമ്മൾക്കും. അങ്ങനെ ഇപ്പോൾ ആർക്കെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കെന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം.
അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഈ ഗ്രാഫിൻ്റെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാം കാണിച്ചു, 13 ആഴ്ചത്തെയും കാണിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി ലാസ്റ്റിലത്തെ ഒരു 2-3 ആഴ്ച ഒക്കെ വന്നിട്ട് നമ്മുടെ ജിൻഡോയാണ് കയറി നല്ല കൂടുതൽ വോട്ടിങ്ങിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇപ്പം ഇനി 3 പേരാണ് ഈ ബിഗ് ബോസ് ഇന്ന് ഇതാണല്ലോ ഫിനാലെ, ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നു. അടുത്ത ഇപ്പം 3 പേരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ജാസ്മിനും ജിൻഡോയും അർജുനും 3 പേര് ഇരിക്കുന്ന. ഈ 3 പേരിൽ ആരാണ് അടുത്ത എവിക്റ്റ് ആകുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു 3 പേരും അക്ഷമരായിട്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിലാണെങ്കിൽ 2 പേരെ ലാലേട്ടൻ 2 കയ്യിൽ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡും പ്രഖ്യാപിക്കാൻ 2 കയ്യിൽ പിടിച്ചാണ് അത് ആരാ ഫസ്റ്റ് എന്നുള്ളത് ഇങ്ങനെ പൊക്കി കാണിക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ 3 പേരുണ്ട്. ഇപ്പോൾ ഒരാൾ എവിക്റ്റ് ആയതിനു ശേഷമേ ആ ഒരു പ്രക്രിയ നടക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി ആരായി അടുത്ത് എവിക്റ്റ് ആകുന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ അവരോട് പിന്നെ പറഞ്ഞു, ഇങ്ങനെ 3 പേര് നിങ്ങളുള്ളൂ, അപ്പോൾ ഒരാളിപ്പോൾ എവിക്റ്റ് ആകും, എവിക്ഷനിൽ ഇപ്പം ഇനി ഒരാൾ എവിക്റ്റ് ആകും, ലാസ്റ്റ് ആൾ എവിക്റ്റ് ആകും. പിന്നെ 2 പേര് അവശേഷിക്കുന്നവർ എൻ്റെ 2 കൈകളിലും നിൽക്കും. അതിൽ ഫസ്റ്റ് ആവുന്നവരെ ഞാൻ എൻ്റെ കൈ ഉയർത്തി ഇങ്ങനെ ഫസ്റ്റ് എന്ന് പറയും. അപ്പോൾ അവരെ വിന്നർ എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങളിപ്പം ലാസ്റ്റ് എവിക്ഷൻ ആരാണെന്നുള്ളത് ബിഗ് ബോസ് ആണ് പറയുന്നതെന്ന് പറയുന്നു. ഉടനെ ബിഗ് ബോസ് ഓക്കെ ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നു. അങ്ങനെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ 3 പേരും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ അവർ 3 പേരും ഗാർഡൻ ഏരിയയിലേക്ക് എഴുന്നേറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുക. നടന്നു പോകുന്നതിന് മുമ്പേ പരസ്പരം അവരിങ്ങനെ ആശ്ലേഷിച്ചു. അപ്പം ഈ 3 പേരിൽ ഒരാളിപ്പം പോലെ എന്തായാലും ഈ 3 പേരും ഇന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ. എന്നാലും ഇപ്പം കുറച്ച് നേരം മുന്നേ ഇപ്പോൾ പോകുന്നത്, പിന്നെ ആ പോകുന്ന ആളിനും ഫസ്റ്റ് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടണമെന്നുള്ളൊരു ഇതുണ്ടല്ലോ, പ്രൈസ് കിട്ടണമെന്ന്. അപ്പം അതിൻ്റെ ഒരു കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമത്തോടെ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത് ഇപ്പോൾ എവിക്റ്റ് ആകുന്നത്. അപ്പം അങ്ങനെ അവർ ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ 3 കൂട് വെച്ച്, കൂട് എന്ന് പറയുമ്പം ഒരാൾ ഇങ്ങനെ കുത്തി അതിൽ ഇരിക്കാൻ പരുവത്തിനുള്ള തുറന്ന് കുനിഞ്ഞകത്ത് കയറണം. അതിൻ്റെ മോൾവശവും കവർ ചെയ്ത് ഈ ഇരുമ്പെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് നല്ല മോഡേണായിട്ടുള്ള ഒരു കൂട് പോലെ ഒരു 3 എണ്ണം വെച്ചേക്കുന്നു. അതിനകത്ത് ഇരിക്കാനേ പറ്റും, കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല. മോൾവശവും കവർ ചെയ്തേക്കുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഈ ഇരുമ്പ് കമ്പി വെച്ചേക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ 3 കൂട്. അതിൽ ഈ 3 പേരും കുനിഞ്ഞ് കയറി അവിടെ കുത്തിയിരുന്നു. ഇരുന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് ഒരു 5-6 പേര് ഈ മഞ്ചൽ, ഈ പണ്ടൊക്കെ ഈ രാജഭരണമൊക്കെ ഉള്ള സമയത്തെ ഈ രാജാക്കന്മാരല്ലേ രാജകുമാരികളെയൊക്കെ ഇങ്ങനെ ഈ മഞ്ചലിൽ ഇരുത്തിയിട്ട് 4 പേരൊക്കെ ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ തോളിൽ ഒരു മഞ്ചലിങ്ങനെ കൊണ്ടുപോകത്തില്ലേ, ഇതേപോലത്തെ ഇതാണ് ഇത്. അപ്പം ഇവർ 5-6 പേര് വരുന്നു മലന്മാരെ മാതിരി. ഇവർ ഈ 3 കൂടിൻ്റെ ചുറ്റിനും നടക്കുക. അപ്പം കുറേ സമയം ഒരു കൂടിൻ്റെ ചുറ്റിന് 1 റൗണ്ട് ചെയ്യും, പിന്നെ അടുത്ത കൂണ്ട് അങ്ങനെ 3 കൂടിൻ്റെയും ചുറ്റി നടക്കുന്നുണ്ട്. ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇവർക്കറിയാം, പക്ഷേ ഇതൊരു കുറച്ച് സമയം എല്ലാവരെയും ആകാംക്ഷഭരിതരാക്കുന്ന നിമിഷങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് ആദ്യമേ തന്നെ ജിൻഡോയെ ഇങ്ങനെ തോളത്ത് എടുത്തു, 4 പേരെടുത്തുകൊണ്ട് ഇതിൻ്റെ ഡോറ് വന്നിട്ട് ആ മെയിൻ എൻട്രൻസിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തേക്കുവാണ്, അവിടം വരെ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചോണോ ജിൻഡോയെ കൊണ്ടുപോകുന്നു. പക്ഷേ അർജുനും ജാസ്മിനും ഒക്കെ ഉണ്ടെന്ന്, ആരാണെന്നൊക്കെ ഉള്ളത് മനസ്സിനകത്തുണ്ടെന്ന് തോന്നുന്നു. അർജുന് പറയുന്ന കേൾക്കാൻ വരുന്നുണ്ട്, തിരിച്ച് കൊണ്ടുവരുമോന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ വെക്കുന്നുണ്ട്, ഇരുന്നിടത്ത് തന്നെ. അപ്പോൾ പിന്നെ അടുത്തതാണെങ്കിൽ ജാസ്മിനെ കൊണ്ടുപോയിട്ട് ഒന്ന് കറങ്ങി ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അർജുനും പോയപ്പോൾ അർജുനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. ശരി ടാറ്റ ബൈ ബൈ എന്ന് ഇവരോട് 2 പേരോടും പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ
അർജുനെയും തിരിച്ചു കൊണ്ട് അവിടെ വെച്ചു. പിന്നെയും ജിൻഡോയെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കറങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെയും ജാസ്മിൻ്റെ അടുക്ക വന്നപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഒന്ന് നിങ്ങളെ കൊണ്ടുപോയ ജാസ്മിൻ അതൊരു കുറേ സമയമല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവരെ ജോലി ചെയ്യണ്ടേ ആരാന്നുള്ളത്, അല്ലാതെ ചുമ്മാ കിടന്നുണ്ട്. അപ്പം ജാസ്മിൻ ഇച്ചിരി ഇറിറ്റേഷൻ പോലെ കാണിച്ചിട്ടുണ്ട്. കുറേ സമയമായിട്ട് ഇവരിങ്ങനെ തത്തി കളിച്ചുകൊണ്ട് നിൽക്കുമല്ലേ, ആരെയാലും ക്ഷമ നശിക്കുമല്ലോ. അപ്പം ജാസ്മിന് ഉള്ളിലൊരു എനിക്ക് തോന്നുന്നു എന്നിട്ട് ഫസ്റ്റ് കിട്ടുമെന്നുള്ള സംശയം അപ്പോഴേ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പിന്നെ അർജുൻ്റെ അടുക്കലും രണ്ട് പ്രാവശ്യം എല്ലാവരുടെ അടുക്കലും ഇങ്ങനെ വന്ന് ചുറ്റി കളിച്ചു. അപ്പോൾ അർജുനും ജാസ്മിനും പറയുന്നുണ്ട് വന്നിട്ട് ഇവർ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഇവരാ പോകുന്നു അങ്ങനെ പറയുന്നുണ്ട്. ജിൻഡോയെ പൊക്കുമ്പോഴത്തേന് ഇവർ പറയുന്നത് ചുമ്മാ തിരിച്ചു കൊണ്ടുവെക്കുമെന്ന് പറയുന്നത്. ഇവർക്ക് തന്നെ അറിയാം ജിൻഡോയെ ഇപ്പം എവിക്റ്റ് ആക്കത്തില്ലെന്ന്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ ജാസ്മിനെ അങ്ങനെ തന്നെ എടുത്തു. അങ്ങനെ ഡോറ് ഓപ്പണായി, അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുപോയി. അപ്പം ജാസ്മിന് എവിക്റ്റായി. അപ്പം പിന്നെ അവിടെ അവശേഷിക്കുന്ന ജിൻഡോയും അർജുനും മാത്രമേ ഉള്ളൂ. അവർ കൂട് തുറന്ന് വെളിയിൽ വന്നു. അപ്പം ജാസ്മിനാണ് ഇപ്പം ലാസ്റ്റ് എവിക്ഷനിൽ ലാസ്റ്റ് നടന്നേക്കുന്ന ജാസ്മിനാണ്. പിന്നെ ഇനിയിപ്പോൾ 2 പേരെ അവശേഷിക്കുന്നുള്ളൂ, ജിൻഡോയും അർജുനും. അവർ ലാലേട്ടൻ്റെ രണ്ട് കൈകളിൽ നിൽക്കും. പിന്നെ ഫസ്റ്റ് അതാ എനിക്കെന്താണ് അർജുനും ഒക്കെ ഈ അർജുനെയും ജിൻഡോയും കൂടെ നിർത്തുമ്പോൾ തന്നെ അറിയാം ഇതിൽ വന്ന് ജിൻഡോ ആയിരിക്കുമെന്നുള്ള കാര്യം. സത്യത്തിൽ വന്നിട്ട് അത് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെ അർജുന് പോലും അറിയാം. അപ്പം എന്നാലും അർജുൻ സെക്കൻഡ് കിട്ടുമെന്ന് ഓർത്ത് കാണത്തില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ജാസ്മിന് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് കിട്ടിയതിൽ അർജുന് ഭയങ്കരമായിട്ട് അദ്ദേഹം ഉള്ളിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിശയം കാണുമെന്ന് തോന്നി. ഇപ്പോൾ അവിടെ ഇനിയും സത്യത്തിൽ ജിൻഡോയ്ക്ക് തന്നെ ഫസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് അർജുന് തന്നെ അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ലാലേട്ടനെ ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ജാസ്മിൻ ആണെങ്കിൽ ലാലേട്ടനെ ആശ്ലേഷിച്ചു. അതിനുശേഷം പിന്നെ ലാലേട്ടന് ചോദിച്ചു എന്ത് തോന്നുന്നു, എന്ത് പറയുന്നു, അങ്ങനെ അപ്പം അതുപോലെ എല്ലാവരോടും ചോദിക്കുന്ന മാതിരി തന്നെ. അപ്പോൾ ജാസ്മിൻ സന്തോഷമുണ്ട്, ഇത്രയും ദിവസം അവിടെ നിൽക്കുമെന്നൊന്നും കരുതിയിരുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അത് അത്രയും ദിവസം നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛനും അനിയനും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പൊന്നു എന്നും പറഞ്ഞ ആ ഇളയ കുട്ടിയെ അതിൻ്റെ ബ്രദറാണ് അത് ഒരുപാട് 100 ദിവസത്തിന് ശേഷം നേരിട്ട് കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വികാരം ജാസ്മിന് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ മനസ്സിനകത്ത് ഈ ഫസ്റ്റ് ഏതൊരു കണ്ടസ്റ്റൻസിനും ഫസ്റ്റ് കിട്ടണമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ, പ്രൈസ് മേടിക്കണമെന്നുള്ളത്. പക്ഷേ അത്രത്തോളം എഫേർട്ട് ഇട്ട് കളിച്ചിട്ടും ജാസ്മിന് ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് വന്നിട്ട് ജാസ്മിൻ ഈ പ്രൈസിനോടോ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടണമെന്നൊന്നും ഒരു തോന്നലുണ്ടായിരുന്നില്ല. അത്രത്തോളം ആ വീട്ടിനകത്തുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നു ഒരുപാട്. പിന്നെ ഈ ജാസ്മിനെ എല്ലാവരെ പോലെ തന്നെ ആ ഫസ്റ്റ് വന്ന് എൻട്രി ആകുമ്പം തൊട്ടുള്ള ഈ 100 ദിവസം നിന്നതിൽ കുറേ കാര്യങ്ങൾ കാണിക്കുമല്ലോ, കുറേ കാഴ്ചകളൊക്കെ ബിഗ് ബോസ് കാണിക്കും. അപ്പം അങ്ങനത്തെ ഒരു സീൻ അപ്പോൾ അത് ഇങ്ങനെ ജാസ്മിനെ കാണിച്ചു. അപ്പം ജാസ്മിൻ വന്നപ്പം തൊട്ട് ഇപ്പോൾ ഈ മൊമെൻറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചതിൽ അതിൽ ഒരുപാട് വന്നിട്ട് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ, ഭയങ്കരമായിട്ട് ദുഃഖിച്ച സമയങ്ങൾ, പിന്നെ പല പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ വന്നിട്ട് പ്രതീക്ഷ കൊടുക്കുന്ന മുഹൂർത്തങ്ങളും പ്രതീക്ഷ അസ്തമിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ, അതെല്ലാം ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു സ്ക്രീനിൽ അതിൽ ആ ഒരു നിമിഷം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അതിനകത്ത് ഒരു സത്യം. ബിഗ് ബോസിൽ വരുന്ന എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ജാസ്മിന് ഇപ്പം ബിഗ് ബോസിന് ശേഷമെന്ന് പറയാനില്ല, ബിഗ് ബോസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശേഷമൊന്നും ഇപ്പം പറയുന്ന കാര്യമില്ല. ഈ ബിഗ് ബോസിൻ്റെ ഈ 100 ദിവസം ഫൈനൽ ഡേയിലെത്തി നിൽക്കുന്നത് വരെയുള്ളത് നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിനകത്തായാലും പുറത്തായാലും ഒക്കെ ഒരുപാട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഒരു വ്യക്തിക്ക് സന്തോഷിക്കാനുള്ളതും
ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള അവരെ ചില സമയത്ത് ചില മനുഷ്യനെ ഓരോ മാറ്റങ്ങൾ ജീവിതത്തിന് ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ ജാസ്മിനെ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് നമുക്ക് പറയാം, ഈ ചെറിയ പ്രായം 23 വയസ്സാണെന്ന് പറയുന്നുണ്ട്. 23 വയസ്സിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ കുറേ നേട്ടങ്ങളൊക്കെ നേടിയ ഒരു കുട്ടിയാണ് ജാസ്മിനെ. പക്ഷേ ആ ഒരു നേട്ടങ്ങളെല്ലാം അന്ന് ജാസ്മിനെ ഒരുപാട് പേർക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതിൽ കുറേ പേർ ഇഷ്ടങ്ങളൊക്കെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിൻ്റെ ഇത്രയും ദിവസത്തെ ഇതിൽ ഈ ജാസ്മിനോട് ഒരുപാട് ഇഷ്ടമുള്ളതിൽ കുറച്ച് പേരൊക്കെ ഇഷ്ടത്തിന് പകരം ജാസ്മിനോട് വിദ്വേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന്, ജാസ്മിൻ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ചെയ്തേക്കുന്ന അതല്ലെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഓരോ ദിവസം കഴിയേണ്ടി വരുന്ന ഓരോ സന്ദർഭങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയേക്കുന്ന കുറേ നമ്മുടെ നിമിഷങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലുകളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ജാസ്മിന് മാത്രമൊന്നുമല്ല, ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് പേരെ ബിഗ് ബോസിൽ വന്ന് ഒരുപാട് പേർക്ക് നല്ലതും ഒപ്പം വന്നിട്ട് ഒരുപാട് പേരെ കരിയറിനെ ബാധിച്ചേക്കുന്നതുമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയേക്കുന്നത്. അപ്പം ഇതിന് മുമ്പുള്ള ബിഗ് ബോസ് സീസണിലൊക്കെ വന്നിട്ടുള്ളവർക്കും പലർക്കും വന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളതിനെക്കാട്ടിലും അവരുടെ മാനസികമായിട്ട് അവരെ ഒത്തിരി ബാധിച്ചേക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങളൊക്കെ കൈവിട്ടു പോയ ആ ഒരു അനുഭവങ്ങളൊക്കെ നിറയെ പേർക്കും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ജാസ്മിന് മാത്രമൊന്നുമല്ല. എന്തോ നമ്മൾക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ എന്തും പറയാമല്ലോ. അപ്പോൾ അതിനകത്ത് ചെല്ലുമ്പോൾ മാത്രമല്ലേ നമ്മളവിടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമ്മളെങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം മാറി നിന്ന് ആർക്കും എന്തും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നല്ല മുഹൂർത്തങ്ങളെ ഒപ്പം വന്ന് സംഭവ ബഹുലമായ കുറേ നിമിഷങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. ജാസ്മിനെ കണ്ടു, ഒപ്പം നമ്മൾ പ്രേക്ഷകരും എല്ലാവരും കാണുകയുണ്ടായി. അതിനുശേഷം പിന്നെ ജാസ്മിന് വന്നിട്ട് പ്രൈസ് കൊടുത്തു. ഇത് സെക്കൻഡ് റണ്ണറപ്പിൻ്റെ ട്രോഫി കൊടുത്തു. പിന്നെ മൈജിയുടെ അഭിഷേകിനും കൃഷിക്കും കൊടുത്ത മാതിരിയുള്ള മൈജിയുടെ ഒരു പ്രൈസും കൊടുത്തു. അതിനുശേഷം ജാസ്മിന് ഈ ഓഡിയൻസ് എല്ലാം മറ്റുള്ള ഓഡിയൻസൊക്കെ ഇരിക്കുന്നില്ലേ, ആ ഭാഗത്തോട്ട് പോയേക്കുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ വന്നിട്ടുണ്ട്. അടുത്ത ഈ 2 പേര് ബാക്കി നിൽക്കും. അർജുനും ജിൻഡോയും കാത്തു നിൽപ്പുണ്ടല്ലോ, ഇനി അവരുടെ ഊഴമാണ്.